ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു ബൗൾ നിറച്ചു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ചെറിയ തേങ്ങൻ്റെ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക്, അപ്പോൾ ഇത് എരിവിനനുസരിച്ചിട്ട് കൂട്ടട്ടോ. പിന്നെ ഒരു ബൗൾ നിറച്ച് ഞാൻ കട്ട് ചെയ്തെടുത്ത മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുതിന ഇലയാണ്, അത് ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു പകുതി ചെറുനാരങ്ങൻ്റെ നീരാണ് എടുക്കുന്നത്, അത് നമുക്കിതുപോലെ പെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്, അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കുക, ആദ്യം തന്നെ ഒരുപാട് ഇട്ട് കൊടുക്കല്ലേ. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 4 പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ ഒരു മുട്ട 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മുട്ടേൻ്റെ കാമ്പ് ഈ ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ എല്ലാ കാമ്പും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ഉടച്ചിട്ട് ഈ ഒരു ചട്നീൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ മുട്ടയും ചട്നിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇനിയും പോരാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മുട്ടൻ്റെ വെള്ളയിലേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഞാനെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇവിടെ ഞാൻ വെള്ളത്തിനെടുക്കുന്ന ജീരകമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു ബാറ്ററായിട്ട് റെഡിയാക്കണം. കാരണം അതായത് അധികം ലൂസാവാനും പാടില്ല, എന്നാൽ തിക്കാവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മുട്ട ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ബാറ്ററാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഈ ഒരു മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ ഇവിടെ മുട്ടയായതുകൊണ്ട് ഞാനിത് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങളതുപോലെ തന്നെ ചെയ്യുക, കാരണം ചിലപ്പോൾ ഈ ഒരു മുട്ട പൊട്ടൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മളിത് കുക്കായ മുട്ടയൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് ഈ ഒരു മാവൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള ടൈം മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു മുട്ടേൻ്റെ സ്നാക്കൊക്കെ ആക്കുമ്പോൾ ഇത് പൊട്ടുന്നതെന്ന് പറയുന്നത് ഈ ഓയിലിൽ ഈ ഒരു മുട്ടേൻ്റെ വെള്ളം നന്നായിട്ട് ഫ്രൈ ആകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പുഴുങ്ങിയ മുട്ടയായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് ആ ഒരു മാവ് വേവുന്ന രീതിയിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട. ഹൈ ഫ്ലെയിമിലിടുമ്പോൾ നമ്മൾ ഈ ഒരു മുട്ടേൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് അന്നേരമാണ് ഈ ഒരു മുട്ടയൊക്കെ പൊട്ടുക. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് പൊട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ ഫ്രൈ ചെയ്തത് ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്, കാരണം ഇത് 3 എണ്ണം ഒരുമിച്ചിട്ടുണ്ട് അത് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്